Hi guys, ഇന്നത്തെ ടോപ്പിക്കാണ് സക്സസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ലൈബനിറ്റ്സ് തിയറം. സോ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന മുന്നേ ഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കുന്നത് മസ്റ്റാണ്. അതൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആദ്യം നമ്മൾ തുടങ്ങുന്നത് സക്സസീവ് ഡിഫറൻസിയേഷനാണ്. നിങ്ങൾ ഡിഫറൻസിയേഷൻ അറിയണമെങ്കിൽ ഇത് കുറച്ചും കൂടി അതൊരു ഡീപ്പായിട്ട് പോകുന്ന രണ്ട് കോൺസെപ്റ്റ്സ് ആണ്. വളരെ സിമ്പിളാണ്, ഡീപ്പാണ് അത് കേൾക്കണ്ട. സോ ലെറ്റ്സ് ടേക്ക് എ ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ y ഈക്വൽസ് എക്സ് സ്ക്വയർ. ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ നമ്മൾ ഒരു പ്രാവശ്യം ഡെറിവേറ്റ് ചെയ്താൽ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ വൈ ഡാഷ് എന്ന് പറയാം, അല്ലെങ്കിൽ വൈ വൺ എന്നും പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻ ഉണ്ടാവും, ഡി വൈ ബൈ ഡി എക്സ്, വൈ ഡാഷ് ഓർ വൈ വൺ. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് വൈ വൺ ആയിരിക്കും. സോ വൈ വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഒരു പ്രാവശ്യം ഡെറിവേറ്റ് ചെയ്താൽ എന്നുണ്ടാവും. എക്സ് സ്ക്വയർ ഡെറിവേറ്റ് ചെയ്താൽ ഇത് എക്സ് റേസ് ടു എൻ ഫോമാണ്. സോ എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ വിച്ച് ഇസ് 2x. നമ്മൾ ഇതിനെ വീണ്ടും ഡിറൈവ് ചെയ്താൽ ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷ്, അല്ലെങ്കിൽ വൈ ടു. നമ്മൾ ഇഷ്ടമുള്ള നൊട്ടേഷൻ വയ്ക്കാം. വൈ ടു ഈക്വൽസ് 2x ഡെറിവേറ്റ് ചെയ്താൽ ഈ എക്സ് പോയി 2 ആവും, കോൺസ്റ്റന്റ് ബാക്കിയുണ്ടാവും. ഇനി ഇതിനെ വീണ്ടും ഡിറൈവ് ചെയ്യാം. വൈ ത്രീ ഈക്വൽസ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡിറൈവ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതാണ് 0. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്മൾ ഒരേ ഫംഗ്ഷനെ വീണ്ടും ഡിറൈവ് ചെയ്തു, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതാണ് സക്സസീവ് ഡിഫറൻസിയേഷൻ പറയുന്നത്. സക്സസീവ് ഡിഫറൻസിയേഷൻ ഒരേ ഒരു ഫംഗ്ഷനെ വീണ്ടും ഡിറൈവ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വന്നു. സോ ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ y ഈക്വൽസ് എക്സ് റേസ് ടു എൻ എടുത്തു വിചാരിച്ചു. ഇതൊന്ന് പ്രാവശ്യം ഡിറൈവ് ചെയ്തു. y 1 ഈക്വൽസ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ? നമ്മൾ സാധാരണ കാണുന്ന ടേമാണ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇതിനെ വീണ്ടും ഡിറൈവ് ചെയ്ത് എന്താണ്ടാവും? മുകളിലത്തെ ടേം താഴോട്ട് വരും. അപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു, ഇതിന്ന് എൻ മൈനസ് 1, ഇതിന്ന് ഒരു മൈനസ് 1 വീണ്ടും പോകും. അപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് 2 ആവും. ഇനി ഇതിനെ വീണ്ടും ഡിറൈവ് ചെയ്യും. വൈ ത്രീ മുകളിലത്തെ ടേം താഴോട്ട് വരും. അപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ്, ഇവിടെ മൈനസ് 1 പറഞ്ഞുകൂടി വന്നപ്പോൾ എൻ മൈനസ് 3 ആയി. എക്സ് റേസ് ടു എൻ മൈനസ് 3 വീണ്ടും ഡിറൈവ് നോക്കാം. വൈ ഫോർ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എൻ മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 4. ഇതിന് എത്ര ഇവിടെ ഡിറൈവ് ചെയ്യണം? പക്ഷെ ഇത്ര ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഇതിൻ്റെ nth ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ നാല് ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വൈ ഓഫ് എൻ. വൈൻ്റെ nth ഡെറിവേറ്റീവ് എന്താണ് നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നോക്കിയാൽ നമുക്ക് ഊഹം കണ്ടു. ഇതാണ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എൻ മൈനസ് 3 എന്താണ്? ഇത് എൻ ഫാക്ടോറിയലാണ്. ഏതെങ്കിലും ഒരു ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. അപ്പോൾ എൻ ഫാക്ടോറിയൽ എന്തായിരിക്കും? അത് കുറഞ്ഞാകും. എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 എൻ മൈനസ് 3 അതാണ് ഇവിടെ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ഇത് y4 ആണ്, ഇവിടെ എൻ മൈനസ് 3 കിട്ടും നമുക്ക്. സോ ഇനി എക്സ് റേസ് ടു എൻ മൈനസ് എൻ. This is the nth formula, the nth derivative of the function y.
ഇതാണ് ഈ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ്. ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ y ഈക്വൽസ് ഇങ്ങ് വരും. ഫോർ എക്സാമ്പിൾ y equals e raised to ax exponential. ഇതിനെ റേഷൻ ഡിറൈവ് നോക്കാം. y1 which will be equal to a e raised to x. മുകളിലത്തെ സാധനം ആദ്യം ഡിഫറൻഷ്യൽ താഴോട്ട് വരും, പിന്നെ അതേ ഇട്ട് നമ്മൾ വീണ്ടും എടുക്കും. അറിയുന്നതാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഡിഫറൻഷ്യൽ ആണെങ്കിൽ പഠിച്ചു തരാം. ഇനി y2 വീണ്ടും ചെയ്ത് നോക്കാം. അപ്പോൾ a സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എ എക്സ്. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. y3 a ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു എ എക്സ്. ഇനി നിങ്ങൾക്ക് ഊഹം കിട്ടും. ഇനി എന്താണ് ആവുമ്പോൾ y4 ആണെങ്കിൽ a റേസ് ടു 4 ആവും, ഇ റേസ് ടു എ എക്സ് ആവും. നമുക്ക് ഈസിലി nth ഡെറിവേറ്റീവ് ഓഫ് y കണ്ടുപിടിക്കാൻ പറ്റും, വിച്ച് ഈസ് a റേസ് ടു n. എത്ര ഡെറിവേറ്റീവ് ആണോ അത്ര തന്നെ അതിൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. എന്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ a റേസ് ടു n കിട്ടും. സിമ്പിളാണ്. പിന്നെ ഇൻറ്റു ഇ റേസ് ടു എ എക്സ്. സോ ദിസ് ഈസ് ദി nth ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ y. ഇതാണ് ആ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ്. സോറി, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. സോ അടുത്ത ഫംഗ്ഷനാണ് y ഈക്വൽസ് log ഓഫ് ax പ്ലസ് b. ലോഗരിത്തമിക് ഫംഗ്ഷൻ, വേറെ ഒരു ടൈപ്പാണ്. y ഈക്വൽ log പ്ലസ് b. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. സോ y ഈക്വൽസ് എന്താണ് log ഓഫ് x 1/x ആണ്. സോ 1/ax പ്ലസ് b. ഇനി ഈ എക്സിന് കൂടി ഡെറിവേറ്റീവ്. സോ എ എക്സ് പ്ലസ് ബി, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എ എക്സ് പോയി, അപ്പോൾ എ പി ഇസ് എ കോൺസ്റ്റന്റ്, ബി കോൺസ്റ്റന്റ് പോകും. സോ എ ബൈ എ എക്സ് പ്ലസ് പി. ഇതാണ് y1. y2 ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ഇത് എന്ത് ഫോമിലാണ്? ഇത് എ ഇൻറ്റു നമുക്ക് എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു -1 ആണ്. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ -1 ഇത് എക്സ് റേസ് ടു -1 ഫോം, എക്സ് റേസ് ടു n ഫോമിലാണ്. സോ n എക്സ് റേസ് ടു n -1 വഴി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. സോ മൈനസ് എ ബൈ എ എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ വിച്ച് വുഡ് ബി എ സ്ക്വയർ. ഇനി ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. കിട്ടാൻ പോകുന്നത് 2a cube by ax plus b the whole cube. ഇനി ഇതിന് നാലാമത്തെ റേഷൻ കൂടെ നമുക്ക് അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 6a raised to 4 ax plus b whole raised to 4. വീണ്ടും ഡിഫറൻഷ്യേറ്റ് 24 a raised to 5 ax plus b whole raised to 5. നമ്മളൊരു മൈനസ് സൈൻ വന്നിട്ട് ഇവിടെ മൈനസ് സൈൻ വരേണ്ടതാണ്. സോ ഇപ്പം നിങ്ങൾക്കൊരു പാറ്റേൺ പിടികിട്ടിടും. നല്ല ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്കൊരു പാറ്റേൺ അവിടെ മനസ്സിലാവും. അതിലൂടെ നമുക്ക് nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. nth ഡെറിവേറ്റീവ് നിങ്ങൾക്ക് nth ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നായി സക്സസീവായി ഡിഫറൻഷ്യൽ കാര്യമല്ല, ആവശ്യമില്ല. nth ഡെറിവേറ്റീവ് നിങ്ങൾ നേരിട്ട് ആ നമ്പർ ഇട്ടാൽ മതി. സോ nth ഡെറിവേറ്റീവ് ഇവിടെ എന്താണ്? ഇവിടെ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മൂന്നാമത്തെ ഡെറിവേറ്റീവ് വെച്ച് നമ്മുടെ 2 ആയിരുന്നു, 6 ആയി, 24 ആയി. അത് that is actually
ഇവിടെ 2 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ 24 വരുന്നുണ്ട്. ആ പാറ്റേൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് ഫാക്ടോറിയലാണ്. ഇവിടെ നമ്പേഴ്സിൻ്റെ ഫാക്ടോറിയലാണ് വരുന്നത് ഓരോ ടേമിലും. ഇവിടെ 2ൻ്റെ ഫാക്ടോറിയലാണ് 2, ഇവിടെ 3ൻ്റെ ഫാക്ടോറിയലാണ് 3 × 2 × 1 is 6, ഇവിടെ 4ൻ്റെ ഫാക്ടോറിയലാണ് which is 24. സോ 5th ഡെറിവേറ്റീവ് വരുമ്പോൾ 4ൻ്റെ ഫാക്ടോറിയൽ വരുന്നത്, 4th ഡെറിവേറ്റീവ് വരുമ്പോൾ 3ൻ്റെ ഫാക്ടോറിയൽ വരുന്നത്. സോ നമുക്ക് മനസ്സിലാവും ഇവിടെ n minus 1 the whole factorial എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം ഡിറൈവ് ചെയ്യുമ്പോൾ എന്റെ പവർ കൂടി വരുന്നുണ്ട്. ഫസ്റ്റ് ഡിറൈവ് ചെയ്യുമ്പോൾ a⁻1 ആണ് പവർ, y2 a², y3 a³ y4 a⁴. സോ a⁻n ഇനി ഡിവൈഡഡ് ബൈ ax + b⁵. ഓരോ പ്രാവശ്യം നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഡിനോമിനേറ്ററിൻ്റെ പവർ കൂടി വരും. സോ should be ax + b⁵n. സെയിം a പോലെ തന്നെ അതിന് പവർ കൂടിയാണ്. ഇനി കഴിഞ്ഞിട്ടില്ല, നമ്മൾ വേറെ സാധനം നോട്ടീസ് ചെയ്തത് ഇവിടെ സൈനാണ്. y1 പോസിറ്റീവാണ്, y2 നെഗറ്റീവാണ്, y3 പോസിറ്റീവാണ്, y4 നെഗറ്റീവാണ്. സോ ഓരോ ഈവൻ ടൈംസ് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, ഓഡ് ടൈംസ് ഡിറൈവ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവാണ്. സോ അത് നമുക്ക് സാധാരണയായി നമുക്ക് എഴുതാം -1⁴n−1. സോ nth ടേം ഇതാണ് log of ax + bയുടെ nth ഡെറിവേറ്റീവിൻ്റെ ഫോർമുല. നമുക്ക് കുറച്ചുകൂടി വൃത്തിക്കാക്കി എഴുതാം. ഇതെങ്ങനെ കണ്ടുപിടിച്ച് എന്നുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ yn ഈക്വൽസ് -1⁴n−1 into n−1 the whole factorial into a⁻n divided by ax + b⁵n. So ഇതാണ് nth derivative of this function y equals log of ax + b. ഈ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവിൻ്റെ ഫോർമുലയാണ് ഇത്. ഇത് നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം y1 കണ്ടുപിടിക്കുക, പിന്നെ y2 വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഫിഫ്ത്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന 5 പ്രാവശ്യം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ചുമ്മാ ഇവിടെ 5 ഇടുക, ഇവിടെ 5 ഇടുക, -1⁵ -1⁴ അത് പോസിറ്റീവാവും. 4−1 4 ഫാക്ടോറിയൽ 24 ആണ്. a⁵ ax + b⁵. അത്രേ ഉള്ളൂ. അതാണ് y 5ാമത്തെ പ്രാവശ്യം നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം അതാണ്. സോ അതാണ് nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന രീതി. ഇനി ഇതായിരുന്നു സക്സസീവ് ഡിഫറൻസിയേഷൻ്റെ ടോപ്പിക്. ഇതുപോലെ പല ഫങ്ഷൻസിൻ്റെയും nth ഡെറിവേറ്റീവ് നിങ്ങൾ ചിലപ്പോൾ ബൈ ഹാർട്ട് എഴുതേണ്ടി വരും. കാരണം അത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കത് പെട്ടെന്ന് ഉപയോഗിക്കേണ്ടി വരും. സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് ആണ് ലൈബനിറ്റ്സ് തിയറം. എന്താണ് ലൈബനിറ്റ്സ് തിയറം? ലൈബനിറ്റ്സ് തിയറം പ്രകാരം രണ്ട് ഫംഗ്ഷൻ u and v, ഈ രണ്ട് ഫംഗ്ഷനും which are dependent on x, they are functions of x. u and v x-ൻ്റെ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻസിന് nth ഡെറിവേറ്റീവ് ഉണ്ട്. മാത്രമല്ല ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ u പ്രൊഡക്റ്റ് v, ഈ പ്രൊഡക്റ്റ് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് എന്തായിരിക്കും? രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റിൻ്റെ nth ഡെറിവേറ്റീവ് ആണ് ലൈബനിറ്റ്സ് തിയറം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈബനിറ്റ്സ് തിയറം പ്രകാരം u.v-ൻ്റെ nth ഡെറിവേറ്റീവ് is given by u_v_n equals u_n_v plus nc1. nc1 is a combination for +1 പഠിച്ചതാണ്. nc1 into u of n-1 into v1. v derived one time
plus nc2 to n minus 2 into v2, which is v double dash or d square by dx square. ഇനി ഇതിങ്ങനെ പോയിട്ട് ncr and un minus r into vr. ഇതാണ് ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ. ലൈബനിറ്റ്സ് തിയറമിൻ്റെ ജനറൽ ഫോർമുല ഇതാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ യൂസ് ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ എടുക്കാൻ പോകുന്നത് y ഈക്വൽസ് x log x. സോ ലൈബനിറ്റ്സ് തിയറം നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ഫംഗ്ഷൻ ഉള്ളപ്പോഴാണ്. രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കുമ്പോഴാണ്. സോ എക്സ് ലോഗ് എക്സ്, ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എക്സും ലോഗ് എക്സും. നമ്മൾ നേരത്തെ പഠിച്ച പോലെ യു വി എൻ, ഇതിൻ്റെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. സോ നമുക്ക് യു ഏതാ വി ഏതാന്ന് ആദ്യം നമുക്ക് അത് ഡിസൈഡ് ചെയ്യണം. തൽക്കാലം നമ്മൾ യു നമ്മൾ ഒരു വലിയൊരു ഫംഗ്ഷനാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക സാധാരണ. ഇതിൽ വലിയ ഫംഗ്ഷനാണ് നമുക്ക് ഞാൻ മനസ്സിലാക്കാം. എക്സും ഉണ്ട് ലോഗ് എക്സും ഉണ്ട്. ഇതാണ് രണ്ട് വേറെ വേറെ ടേംസ്, വേറെ വേറെ ഫംഗ്ഷൻസ്. സോ നമുക്ക് കണ്ട ഊഹിച്ച് പറയാൻ പറ്റുക ലോഗ് എക്സ് ആണ് അത്യാവശ്യം വലിയ ഫംഗ്ഷൻ, എക്സ് ആണ് ചെറിയ ഫംഗ്ഷൻ. കാരണം എക്സ് നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് 1 ആവും, പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് 0 കഴിഞ്ഞ അത് അപ്പോൾ തന്നെ. പകരം യു ഈക്വൽസ് ലോഗ് എക്സ്, നമ്മൾ നേരത്തെ കണ്ടത് ലോഗ് എക്സിൻ്റെ കളി. എത്ര ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇനിയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ലോഗ് എക്സിനെ നമ്മൾ യു ആയി കൺസിഡർ ചെയ്യും, ചെറിയൊരു ഫംഗ്ഷൻ വിനെ നമ്മൾ എക്സ് ആയി കൺസിഡർ ചെയ്യും. സോ ഇനി നമ്മൾ സൈഡ് ചെയ്തിരിക്കാം യു ഈക്വൽസ് ലോഗ് എക്സ് and v equals ഇനി നമുക്ക് ലൈബ്നിറ്റ്സ് തിയറം വെച്ച് ഈ വൈൻ്റെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. എക്സ് എക്സിൻ്റെ nth ഡെറിവേറ്റീവ് എന്താണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലൈബ്നിറ്റ്സ് തിയറമിൻ്റെ ഫോർമുല നമുക്ക് ഇവിടെ യൂസ് ചെയ്യണം. ആദ്യം വന്നത് വൈൻ്റെ nth ടേം. വൈൻ്റെ nth ടേം എന്ന് വെച്ചാൽ വൈ ലോഗ് എക്സിന് nth ടേം. നമ്മൾ നേരത്തെ ലോഗ് ഓഫ് എ എക്സ് പ്ലസ് ബീൻ്റെ nth ടേം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. ലോഗ് ഓഫ് എ എക്സ് പ്ലസ് ബീൻ്റെ nth ടേം ആയിരുന്നു -1 ഹോൾ റേസ് ടു n minus 1 ഇൻറ്റു n minus 1 the whole factorial ഇൻറ്റു a raised to n. ഇവിടെ എ എക്സ് പ്ലസ് ബീൻ്റെ പകരം ഇവിടെ a1 ആണ്, എ എക്സ് പ്ലസ് ബി. സോ a1 ആണ്. സോ a1 raised to n which is 1 itself. സോ അവിടെ all divided by ax plus b. ax plus b, log of ax plus b. ഇത് x ആണ് എഴുതിയാൽ മതി. ഇവിടെ a1 ആണ്, പിന്നെ b നമുക്ക് തന്നിട്ടില്ല. സോ x എഴുതിയാൽ മതി, x raised to n. സോ un ഇതാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ലൈബ്നിറ്റ്സ് തിയറം un ഇൻറ്റു v. v ഏതാ? vx പ്ലസ് അടുത്തത് nc1. എന്താണ് nc1? c is n factorial divided by r factorial into n minus r factorial. ഇത് നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ട്. സോ ഇവിടെ c1 ആണ്. സോ c1 എന്ന് പറഞ്ഞാൽ n factorial by r factorial. r പോലെ 1 factorial 1 ആണ്. n minus r factorial n minus 1 factorial. സോ ഇവിടെ നമുക്ക് nc1 പകരം n factorial by n minus 1 the whole factorial എഴുതാം ഇൻറ്റു u of n minus 1. u of n minus 1 നിങ്ങൾ നേരത്തെ ലൈബ്നിറ്റ്സ് തിയറം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ, ആ ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ, ഇനി u n minus 1 ആണ്. എന്നുവെച്ചാൽ ഇതിൽ n minus 1 ഉണ്ട്. -1 whole raised to n minus 1 minus 1 minus 2 into n minus 2 the whole factorial divided by x raised to n minus 1 into v dash. സോ v എന്ന് ഡെറിവേറ്റീവ് നമുക്ക് 1 കിട്ടും. സോ അതായത് ആവശ്യമില്ല. ഇനി അടുത്തത് nc2. എന്താണ് nc2?
n factorial by r factorial, which is 2 into n minus 2 factorial into n raised to into un minus 2 ആണ് minus 1 whole raised to n minus 3 into n minus 3 the whole factorial divided by x raised to n minus 2 into v double dash. V double dash is x already നമ്മൾ ഡെറിവേറ്റീവ് 1 കിട്ടി. 1 കോൺസ്റ്റന്റ് ആണ്. ഇനി ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ തേർഡ് ടേം ഇല്ല. ഇനി നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ആവശ്യമില്ല. ഇനി അങ്ങോട്ട് നമുക്ക് വലിച്ചു നിൽക്കാൻ ആവശ്യമില്ല. ഈ ഇക്വേഷൻ ഇവിടെ കഴിഞ്ഞു. ഈ രണ്ട് ടേം മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടി നന്നാക്കി എഴുതാണെങ്കിൽ -1 whole raised to n minus 1 into n minus 1 the whole factorial by x raised to n into x plus n factorial by n minus 1 the whole factorial into minus 1 whole raised to n minus 2 n minus 2 the whole factorial divided by x raised to n minus 1. ഇതാണ് കിട്ടിയത്. ഇനി നമുക്ക് ചേഞ്ചസ് വരുത്താം. x divided by x raised to 1. ഈ x ഇത് കട്ട് ചെയ്ത x raised to n minus 1 ആവും. കൂടാതെ ഇവിടെ പ്ലസ് n factorial by n minus 1 factorial. അത് നമുക്ക് വേണമെങ്കിൽ n into n minus 1 the whole factorial നേടാൻ പറ്റും. അത് രണ്ടും മൂന്നും താഴെ കട്ട് ചെയ്താൽ നമുക്ക് n കിട്ടും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുണ്ട്. സോ ഡിനോമിനേറ്റർ കോമൺ എടുത്താൽ നമുക്ക് which is x raised to n minus 1. ഇനിയാണ് നമുക്ക് ന്യൂമറേറ്റർ ഇത് കോമൺ ആക്കി പുറത്തെടുക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കണം. സോ അതൊരു പസൽ ഗെയിം പോലെയാണ്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ കൺസിഡർ ഇവിടെ -1 by -1 ഒരു ടേം ഉണ്ട് which is 1. -1 by -1 is 1. ഇതിവിടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ കുറച്ച് നന്നാക്കിയതാണെങ്കിൽ -1 by -1 ഉണ്ട്. ഈ -1ഉം ഈ -1 ഈ ഡിനോമിനേറ്റർ -1 കട്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് -1 raised to n minus 2 ആണ്. കൂടാതെ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടി വരും. ഇപ്പോൾ രണ്ട് ടേമിലും -1 raised to n minus 2 ഉണ്ട്. അത് രണ്ട് കോമൺ എടുക്കാൻ പറ്റും. സോ ഈ നെഗറ്റീവ് സൈൻ ഇവിടെ തന്നെ നോക്കട്ടെ. ഈ -1 whole raised to n minus 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി ഇവിടെ ബാക്കിയുള്ള ടേം വെച്ചാൽ നെഗറ്റീവ് n minus 1 the whole factorial plus n into n minus 2 whole factorial. നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കോമൺ ആയി എടുക്കേണ്ടതെന്ന്. കാരണം n minus 1 the whole factorial എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ n minus 2 factorial ഉണ്ട്. n minus 1 whole factorial നമുക്ക് n minus 1 into n minus 2 the whole factorial എഴുതാൻ പറ്റും. ഇതിൽ നമുക്ക് n minus 2 whole factorial കോമൺ ആക്കി ബോർഡ് വെച്ച് ചെറുതാണ്, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ വൃത്തിക്കേട് ഇവിടെ -n minus 1 അത് നമുക്ക് -n plus 1 ആക്കിയതാണ്. -n plus n ഇങ്ങനെ പോകും. സോ പ്ലസ്, so this becomes -1 whole raised to n minus 2 into n minus 2 whole factorial into 1. അത് നമുക്ക് ചുരുക്കി -1 whole raised to n minus 2 into n minus 2 the whole factorial ആക്കി. സോ ഇതാണ് ഫൈനൽ ഫോർമുല. സോ ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ഫോർമുല. ഇതാണ് y ഇൻറ്റു x log x ൻ്റെ
nth ഡെറിവേറ്റീവ്. അത് കണ്ടുപിടിച്ചത് നമ്മൾ ലൈബനിറ്റ്സ് തിയറം യൂസ് ചെയ്തിട്ടാണ്. സോ ലൈബനിറ്റ്സ് തിയറം, രണ്ട് ഫംഗ്ഷൻ u and v, if they have an nth term, the product of u and v will also have an nth term given by that formula. അത് വെച്ച് നമ്മൾ x log xനെ nth term കണ്ടുപിടിച്ചു. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി. മറ്റൊരു വീഡിയോ ഇന്ന് നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വന്നിരിക്കാം. ബി സൈനിങ് ഓഫ്.